ഞാൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറിലും ഞാനാണ് നായകൻ. വേറെ ആരും നായകനും ഞാൻ സമ്മതിച്ചും കൊടുക്കില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ നായകനാവുന്ന ആദ്യത്തെ പടമല്ല. LJP പോസ്റ്റർ റിവീൽ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലോകേഷ് സാറും ഇത് ചെയ്യാന്ന് പറയുമ്പോൾ അതും വളരെ എക്സൈറ്റിംഗ് ആണ്. മെയിൻ വില്ലനായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഇവിടെ വന്ന് നമ്മുടെ പടവുമായിട്ട് സഹകരിക്കുമ്പോൾ കടകൻ എനിക്ക് സംഭവിച്ചേക്കുന്നത് വളരെ ഭാഗ്യമാണ്. ഒരു സിനിമയ്ക്ക് ഇങ്ങനെ എല്ലാ തരത്തിലും സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. അഭിനയത്തിന് കുറച്ച് ഇതുള്ളതുകൊണ്ട് ഞാൻ ഓടാൻ നിന്നില്ല. അഭിനയിച്ച് കാണിച്ചു. ഷൂട്ടില്ലെങ്കിലും സെറ്റിലുണ്ടാവും. സെറ്റിലുണ്ടാവും. അല്ല, അങ്ങനെ സംഭവിക്കുന്ന സിനിമകൾ വളരെ കുറവാണ്. വർക്ക് ചെയ്തിട്ട് എങ്ങനെയും വീട്ടിൽ പോയാൽ മതി എന്നൊക്കെ ഒരു പോയിന്റ് ചിലപ്പോൾ തോന്നും. ബേസിക്കലി ഞാൻ ചെയ്യുന്ന പെർഫോമൻസ് എനിക്ക് കണ്ടു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ക്രിഞ്ചടിക്കും. ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്ന പോർഷൻ ഒക്കെ ആയപ്പോഴത്തെ ആളുകൾ ഇങ്ങനെ ഉള്ളിലേക്ക് വലിക്കുന്ന പല സ്ഥലത്തുനിന്ന് ശബ്ദം കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം കത്തി വർക്കായി എന്നൊക്കെ. ആ ഒരു സിറ്റുവേഷനിലാണ് കുറച്ചൊരു ഇമോഷണൽ പരിപാടിയൊക്കെ പിടിക്കുന്നത്. അല്ലാണ്ട് ഞാനിതിൽ മൊത്തം ഇവരെ പോലെ ഈ മാസ് ഫൈറ്റ് പരിപാടിയൊന്നും ഞാനില്ല. അവരെ പറയുള്ള പരിപാടിയുള്ളൂ. എനിക്ക് സിനിമാ സൗഹൃദങ്ങൾ വളരെ കുറവാണ്. അല്ല, സിനിമ കഴിയാൻ ബൈ പറഞ്ഞു പോരാ, അത്രയും. RDX-ഉമായിട്ട് അങ്ങനെ യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. നമസ്കാരം. കടകൻ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മളിവിടെ അതിഥികളുണ്ട്. ഹക്കീം ഷാ, സോന, നിർമ്മൽ പാലാജി. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖം. വല്ലാത്തൊരവസ്ഥയിലാണല്ലോ ഇപ്പൊ ഇരിക്കുന്നത്. രാവിലെ തൊട്ട് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത് ഇതൊക്കെ ജോലിയുടെ ഭാഗമല്ലേ? ഇപ്പൊ ഓക്കെ, നമുക്ക് പ്രണയവിലാസം കഴിഞ്ഞിട്ട് നായകനായിട്ട് വരുന്ന സിനിമ അതാണ് കടകൻ. പ്രണയവിലാസത്തിന്റെ ആ ഒരു ഹാങ് ഓവർ ഞങ്ങൾക്ക് വിട്ടുമാറിയിട്ടില്ല. അപ്പോൾ അതിന് തന്നെ നമുക്ക് തുടങ്ങാം. പ്രണയവിലാസത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്, സ്വന്തം കാമുകി ആദ്യമേ കൈവിട്ടു പോകുന്നു, അത് കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നീട് ആൾ മരിച്ചു പോകുന്നു, അതും കണ്ടുകൊണ്ട് നിൽക്കുന്നു, ഒന്നും പറയാൻ പറ്റാതെ. പിന്നീട് ആളുടെ മകൻ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ അറിയാത്ത ഒരാളെ പോലെ പെരുമാറുന്നു. അതൊക്കെ അഭിനയിക്കുമ്പോൾ മനസ്സിൽ എന്തായിരുന്നു, അല്ലെങ്കിൽ അഭിനയിച്ച് കഴിഞ്ഞ് സ്ക്രീനിൽ കാണുമ്പോൾ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? സ്ക്രീനിൽ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഉറപ്പായിട്ടും ഓഡിയൻസിൻ്റെ റിയാക്ഷൻ ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത് എടുത്തിട്ടുള്ളത്, ഓഡിയൻസിന് എങ്ങനെയാണ് ഇത് കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്ന പോർഷൻ ഒക്കെ ആയപ്പോഴത്തെ ആളുകൾ ഇങ്ങനെ ഉള്ളിലേക്ക് വലിക്കുന്ന പല സ്ഥലത്തുനിന്ന് ശബ്ദം കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം കത്തി വർക്കായി എന്നൊക്കെ. പക്ഷേ ബേസിക്കലി ഞാൻ ചെയ്യുന്ന പെർഫോമൻസ് എനിക്ക് കണ്ടു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ക്രിഞ്ചടിക്കും. എന്താ വെച്ചാൽ ബെറ്റർ ആക്കായിരുന്നു, ഇനിയും ബെറ്റർ ആക്കായിരുന്നല്ലോ, അല്ലെങ്കിൽ കണ്ടു നിൽക്കാൻ തന്നെ ഭയങ്കര മടിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടു നിൽക്കാറുമില്ല. അതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തായിരുന്നു ആ സമയത്ത് മനസ്സിൽ കൂടെ പോയിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ എനിക്കൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു ഇമോഷനാണത്. അപ്പോൾ നമുക്കറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അങ്ങനെ ആയിരിക്കും അത് വർക്കൗട്ട് ആയിട്ടുണ്ടാവുക. ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കൂടെ ആയിരുന്നു സ്ക്രീനിൽ കണ്ടത്. അങ്ങനെ എല്ലാം റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത്, എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം ഒരു അവസ്ഥ എന്താണെന്ന് അറിയാം. അതുകൊണ്ട് എന്താ പറയുക, അതുകൊണ്ടായിരിക്കാം അത് വർക്കൗട്ട് ആയെന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ. പക്ഷേ ഈ പറയുന്ന പോലെ ഇപ്പോൾ കടകളിൽ ഞാൻ ഇത്രയധികം ഇടിയോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ ഒന്നും ഞാൻ പോയിട്ടില്ല. പക്ഷേ ഭയങ്കര രസമായിട്ട് നമുക്ക് എവിടെയെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റണം. ഒരു പോയിന്റിൽ കഥാപാത്രവുമായിട്ട് എങ്ങനെയും ഒരു ചെറിയൊരു റിലേറ്റബിലിറ്റി എനിക്ക് ഞാനെന്ന വ്യക്തിക്ക് തോന്നണം. അപ്പോൾ അങ്ങനെയാണെങ്കിലാണ് വർക്കാവുള്ളൂ. അത് തന്നെയാണ് ഈ കടകനും അല്ലെങ്കിൽ പറയുന്ന പോലെ പ്രണയവിലാസവും എനിക്ക് റിലേറ്റബിൾ ആണ് ആ ഒരു കാര്യം. ഞാൻ നോട്ടീസ് ചെയ്ത 2 കാര്യങ്ങളുണ്ട് കടകളിലേക്ക് വരുമ്പോഴത്തേക്കും. ഇതിൽ ഒന്ന്, നായകനായിട്ട് വരുന്നു. മാത്രമല്ല, നമ്മുടെ മലയാളത്തിലെയും തമിഴിലെയും 2 ഇടിയുടെ നായകന്മാരാണ് ഇതിൻ്റെ പോസ്റ്റർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ലിജോ സാറും ലോകേഷ് കനകരാജും. എങ്ങനെയായിരുന്നു അവരെ കൊണ്ട് ഇത് ചെയ്യിക്കാമെന്ന് തോന്നിയത്? ഒരു ഹിന്റ് നമുക്ക് തരാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ നായകനാവുന്ന ആദ്യത്തെ പടമല്ല. കാരണം ഞാൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറിലും ഞാനാണ് നായകൻ. അതിപ്പോൾ നായകൻ എന്നല്ല, ഞാൻ എൻ്റെ കഥാപാത്രമായിരിക്കും എനിക്ക് അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ കൊത്തെന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകുന്ന വില്ലനാണ് ആസിഫ് കട ക്യാരക്ടർ. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെയാണ്. എന്നാലേ നമുക്ക് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനാണ് അതിനകത്ത് നായകൻ എന്നെ സംബന്ധിച്ചിടത്തോളം. വേറെ ആരും നായകനും ഞാൻ സമ്മതിച്ചും കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു പെർസ്പെക്റ്റീവ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. നമുക്ക് അതിനകത്ത് കൂടുതൽ പണിയെടുക്കാൻ തോന്നും. ക്യാരക്ടർ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ തോന്നും. പിന്നെ ഈ പറഞ്ഞ പോലെ സജിലിൻ്റെ ഇതിൻ്റെ ഡയറക്ടർ, കടകൻ്റെ ഡയറക്ടർ സജിലിൻ്റെ ആശാനാണ് ലിജോ
ഡിലോസ് പല്ലിശ്ശേരി. അപ്പോൾ LJP ഇത് എന്താ പോസ്റ്റർ റിവീൽ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലോകേഷ് സാറും ഇത് ചെയ്യാന്ന് പറയുമ്പോൾ അതും വളരെ എക്സൈറ്റിംഗ് ആണ്. കാരണം ആ രണ്ടുപേരുടെ മൂഡിനെ ഡിസേർവ് ചെയ്യുന്ന ഒരു തരത്തിലൊരു ഓപ്പണിങ് കടകൻ എന്ന് പറയുന്ന സിനിമ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ നോക്കിയാലും അത് സംഭവിക്കേണ്ടതായിരുന്നു, ഇല്ലെങ്കിൽ കടകന്റെ വിധിയാണത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കടകന്റെ വിധിയാണത് അങ്ങനെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. സോനയിലേക്ക് വരുമ്പോൾ സോനേനെ ഞാനൊരു പ്രണയിനിയായിട്ടാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഇവിടെയും പ്രണയിനിയാണ്, പക്ഷെ ഒരു മൂഡ് വേറെയാണ്. എന്താണ് ഈ സിനിമയിലെ പ്രണയിനി? ഇത് കുറച്ചും കൂടി ഒരു എന്താ പറയുക മച്യൂർ ആയിട്ടുള്ള ഒരു ബോൾഡ് ആയിട്ടുള്ള, മേ ബി ആളുടെ ഏജിനേക്കാളും കുറച്ചും കൂടെ വലിയ ഡിസിഷൻസ് എടുക്കുന്നതും പറയുന്ന ഒരു ക്യാരക്ടറായിരിക്കും. പക്ഷെ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. എനിക്കൊന്നും മേ ബി ഇവിടുത്തെ കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ ഭയങ്കര അതൊരു ഹാപ്പി ആ ഒരു രീതിയിലല്ലോ കാണിക്കാറ് റൊമാൻസും കെമിസ്ട്രി. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. അത് ഇനി എല്ലാവരും കണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നു. പെപ്പച്ചൻ റൊമാൻസ് കാണാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. അതോട് ചേർന്ന് നിന്ന ഒരു റൊമാൻസ് ആണ് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു കലിപ്പനായിട്ടുള്ള ആളിൽ നിന്ന് റൊമാൻസ് ചെയ്തിട്ട് തിരിച്ച് ഈ ആളിലേക്ക് വരുമ്പോൾ, ഹക്കീമിലേക്ക് വരുമ്പോൾ ഇവർ തമ്മിലൊരു ഡിഫറൻസ് എന്തായിരുന്നു? ഡിഫറൻസ് വൺ മൂവി തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ജോൺറ. അത് കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് റോം കോം. ഇത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള റോ കൈൻഡ് ഓഫ് മൂവിയാണ്. രണ്ടുപേരും ഡിഫറെൻറ്റ് രീതിയാണ് രണ്ടുപേരുടെയും. പക്ഷെ രണ്ടുപേരുമായിട്ട് ഐ തിങ്ക് ഹാവ് എ ഗുഡ് ബോണ്ട്. ലൈക്ക് ഐ ഫീൽ കംഫർട്ടബിൾ അവരോട് ആക്ട് ചെയ്യാൻ. ഇപ്പോൾ പെപ്പയാണെങ്കിലും നല്ല കൂട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലും എൻ്റെ വർക്ക് റീസെൻ്റ്ലി കാണുവാണെങ്കിൽ മെസ്സേജ് ചെയ്യും നന്നായിട്ടുണ്ടെന്ന്. ഡിഫറെൻറ്റ് മൂവി ആയതുകൊണ്ട് ഡിഫറെൻറ്റ് കെമിസ്ട്രിയാണ്. അത്രേ ഉള്ളൂ. നിർമ്മലയുടെ കോമഡികൾ കാണാനാണ് നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അപ്പം ഈ സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ച് സീരിയസ് ജോണറാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പം ഇവിടെ സീരിയസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? അല്ല, അതിൽ ഞാനൊരു സീരിയസ് ക്യാരക്ടർ എന്ന് പറഞ്ഞുകൂടാ. ചില സ്ഥലങ്ങളിലൊന്ന് മാറ്റിപ്പിടിക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ. ഞാനിതിൽ ചെയ്തതും ഹ്യൂമർ തന്നെ ഒരു പരിപാടിയാണ് ചെയ്യാൻ ശ്രമിച്ചത്. പിന്നൊരു ഇവരുടെ കുറച്ച് മൂത്ത ആളാണ്. അപ്പം ഞാൻ അവസാന വാക്ക് ഞാൻ പറഞ്ഞു, എൻ്റെ വാക്കിന് വിലയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാണ് കുറച്ചൊരു ഇമോഷണൽ പരിപാടിയൊക്കെ പിടിക്കുന്നത്. അല്ലാണ്ട് ഞാനിതിൽ മൊത്തം ഇവരെ പോലെ ഈ മാസ് ഫൈറ്റ് പരിപാടിയൊന്നും ഞാനില്ല. അവര് പറയുള്ള പരിപാടിയുള്ളൂ. സിറ്റുവേഷനിലെ കുറച്ച് ഹ്യൂമർ പരിപാടികളൊക്കെ നമ്മൾ ഓർത്തുണ്ട്. ഫൈറ്റ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇവരെ കൂടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഓടുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, ഓടി വന്നിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. ഇവര് ഒരു ഒറ്റ ഓട്ടമാണ് ഇവരിൽ മൂന്നാളും കൂടെ. അക്കി മുന്നോട് പുറകിൽ ഇവര് ഓടുന്നു. അപ്പൊ ഞാൻ പുറകിൽ നിന്നിട്ട് പോയി അടിക്കടാ. ഞാൻ പിന്നെ അഭിനയത്തിന് കുറച്ച് ഇതുള്ളതുകൊണ്ട് ഞാൻ ഓടാൻ നിന്നില്ല. ഞാൻ അഭിനയിച്ച് കാണിച്ചു. ചേട്ടൻ പറയുമ്പോൾ തന്നെ അതൊരു കോമഡി ആയിട്ട് തന്നെ സംസാരിക്കുന്നത്. അപ്പം ഈ സീരിയസ് സിറ്റുവേഷനിൽ നിർമ്മലേട്ടന്റെ കോമഡി ഇതുപോലെ എന്തെങ്കിലും സെറ്റിൽ വന്നിട്ടുണ്ടോ? നിർമ്മലേട്ടൻ പൊതുവെ എന്താ പറയുക, എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന, ഈസി ഗോയിങ് ആയിട്ടുള്ള, വളരെ അധികം അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ എപ്പോഴും തമാശ പറയാനാണെങ്കിലും ഭയങ്കര രസമാണ്. ഈ നിർമ്മലേട്ടൻ മാത്രമല്ല, പൊതുവെ സെറ്റ് മുഴുവൻ ഭയങ്കര രസമായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും 2 മണി 3 മണി വരെയൊക്കെ ഞങ്ങൾ ഷൂട്ടുണ്ടാകുമ്പോൾ പണ്ടൊക്കെയാണൊക്കെ കഴിഞ്ഞു പോയാൽ മതി എന്ന് കരുതുന്നത്. പക്ഷെ ഇത് ഞങ്ങൾ എൻജോയ് ചെയ്യാം. ഷൂട്ടർ ഭാഗത്ത് ഇറക്കുന്നു, ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഷൂട്ടില്ലെങ്കിലും സെറ്റിലുണ്ടാവും. ഭയങ്കര രസമായിട്ട് ഒരു കല്യാണ വീടാണ്, ശരിക്കും കല്യാണ വീട്, ഫ്രണ്ടിന്റെ വീട്, ഞങ്ങൾ എല്ലാവരും കൂടെ അടിപൊളിയാക്കുന്നു. അങ്ങനെ അല്ല, അങ്ങനെ സംഭവിക്കുന്ന സിനിമകൾ വളരെ കുറവാണ്. നമ്മൾ വർക്ക് ചെയ്തിട്ട് എങ്ങനെയും വീട്ടിൽ പോയാൽ മതി എന്നൊക്കെ ഒരു പോയിന്റ് ചിലപ്പോൾ തോന്നും. അല്ലെങ്കിൽ എന്താ പറയാ, ഷൂട്ട് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ തീർന്നു, ഇനി അടുത്തത് എന്തായിരുന്നു ആലോചിക്കാം. പക്ഷെ ഇത് സിനിമ കഴിഞ്ഞപ്പോൾ അയ്യോ തീർന്നു പോയല്ലോ. കാരണം ഞങ്ങൾ 40 ദിവസം ചാർട്ട് ചെയ്തു, 33 ദിവസത്തിനുള്ളിൽ തീർന്നു പോയി. അപ്പോൾ ഇനി എടുക്കാനൊന്നും ഇല്ലേ എന്നായി. അല്ല, നമ്മളൊക്കെ ഒരുപാട് താരങ്ങളുടെ നായക നടന്മാർ, വലിയ താരങ്ങളാണെങ്കിലും നമുക്ക് ലാലായിട്ട് എല്ലാവരുടെ പടത്തിൽ അഭിനയിക്കും. പക്ഷേ ഞാൻ പടം കഴിഞ്ഞു പോയാലും ഹക്കീമിനെ ചിലപ്പോൾ വിളിക്കും, ഹക്കീമെ എന്തൊക്കെയാ, ചിലപ്പോൾ നമ്മളെന്ത് ഫീലോ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയും അത് പ്രശ്നങ്ങളോട് ഞങ്ങൾ മാറും. അപ്പോൾ ഇങ്ങനെ പറയാമെങ്കിൽ എനിക്ക് സിനിമാ സൗഹൃദങ്ങൾ വളരെ കുറവാണ്. ഇപ്പം ഈ ഘടകം കഴിഞ്ഞോടെയാണ് എനിക്ക് ഈ ഫായസ് ഹക്കീം ഇങ്ങനൊരു ടീമായിട്ട് കുറച്ച് അടുപ്പുണ്ടായത്. അല്ലാണ്ട് സിനിമ ചെയ്യാൻ ബൈ പറഞ്ഞു പോരാ. എല്ലാവരും അങ്ങനെയായിരുന്നു. ഇപ്പോൾ അശോകൻ ചേട്ടൻ എൻ്റെ വാപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളോട് വന്ന് ഇങ്ങോട്ട് വന്ന് ആ ഒരു ഐസ് ബ്രേക്കിംഗ് പുള്ളി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തത്, പെട്ടെന്ന് തന്നെ മിങ്കിളായി.
ഇപ്പോൾ എന്താ പറയുക, ഒരാഴ്ച കൂടുമ്പോൾ ഞാനൊന്നുമില്ല അശോക് ചേട്ടനെ വിളിക്കും, അശോക് ചേട്ടനെ ഇങ്ങോട്ട് വിളിക്കും, നിർമ്മലേട്ടനെ വിളിക്കും. അത് ഭയങ്കര ഒരു സൗഹൃദമാണ്. അതൊരു എന്താ പറയുക, ഇപ്പോൾ രഞ്ജിത്ത് സാർ കൂടെ ഉണ്ട്. രഞ്ജിത്ത് സാറിനകത്ത് ഭയങ്കര രസമായിട്ട് തമിഴിൽ ഹീറോ ആയിട്ടില്ലെങ്കിൽ മെയിൻ വില്ലനായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഇവിടെ വന്ന് നമ്മുടെ പടവുമായിട്ട് സഹകരിക്കുമ്പോൾ പുള്ളിയായിട്ടുള്ളൊരു കോണ്ടാക്ട്, അത് ഭയങ്കര രസമാണ്. അത് ഭയങ്കര എന്താ പറയുക, ഒരു ഭാഗ്യമാണ്. കടകൻ എനിക്ക് സംഭവിച്ചേക്കുന്നത് വളരെ ഭാഗ്യമായിട്ടാണ്. എനിക്കെപ്പോഴും സിനിമ അങ്ങനെ തോന്നിയിട്ടില്ല, സിനിമ എന്നെ വന്ന് ചൂസ് ചെയ്യും പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കടകനും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ അവിടെ റെഡി ആയിട്ട് നിൽക്കുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കടകൻ എന്നെ വന്ന് ചൂസ് ചെയ്തിട്ട് പോവുകയായിരുന്നു. കാരണം കടകൻ സിനിമ തുടങ്ങുന്നതിൻ്റെ ഷൂട്ടിൻ്റെ ഒരു 1.5 ആഴ്ച മുന്നെയാണ് ഞാൻ അതിനകത്ത് ഇന്നാവുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഓൾറെഡി ചെല്ലുമ്പോൾ എല്ലാം റെഡിയാണ്, ഉള്ള പ്രീ പ്രൊഡക്ഷൻ റെഡിയാണ്, ആർട്ടിസ്റ്റ് റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. ഷൂട്ട് തുടങ്ങിയാൽ മതി, ക്യാമറ റോൾ ചെയ്താൽ മതി. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ അതിനകത്ത് ഇന്നാവുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ ഓൾറെഡി അവർ ഇത്ര നാളായിട്ട് പ്രീ പ്രൊഡക്ഷനിൽ ഇല്ലെങ്കിൽ ആർട്ടിസ്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു റാപ്പോ, അത് ഭയങ്കര ഒരു രസമുള്ളൊരു എനർജിയാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആ ഒരു അവരുടെ കൂടെ കയറി നിന്നാൽ മതി, ആ വൈബ്രേഷൻ താനേ നമ്മളിലും വന്ന് ചേർന്നുള്ളൂ. ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോയൊരു ഷൂട്ട്. അതാ ഇത്രയും നേരത്തെ തീർന്നു തന്നെ. നമ്മളെല്ലാരും ഭയങ്കര കൂട്ടായ്മയായിട്ട് ഭയങ്കര ജെന്യുവൻ ആയിട്ട് വർക്ക് ചെയ്തൊരു മൂവിയായിട്ട്. തീർച്ചയായും 40 ദിവസം സ്റ്റാർട്ട് ചെയ്ത് 31 ദിവസം തീരണമെന്നുണ്ടെങ്കിൽ അത്ര ഈസി ആയിട്ട് നമുക്ക് തീർക്കാൻ പറ്റി. ഈവൻ ദോ 15 ദിവസത്തോളം ഫൈറ്റ് ആയിരുന്നു എങ്കിൽ കൂടി പടമൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഇതൊക്കെ തീർക്കാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, അത്രയധികം ഗിവ് ആൻഡ് ടേക്ക് സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു എല്ലാവരും. പിന്നെ അതാണ് ഈ പ്രൊമോഷനൊക്കെ വിളിക്കുമ്പോഴേ, പ്രൊമോഷൻ സിനിമ എല്ലാവരും കൂടെ ഒന്നുകൂടി കാണാലോ, എല്ലാവരും കുറച്ചുകൂടി ഇരിക്കാലോ, അതൊരു റീയൂണിയൻ പോലെ. അപ്പം ഈ ആഘോഷത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം അതിൽ നിന്ന് വന്നൊരു കല്യാണപ്പാട്ട് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ട്രെൻഡിങ്ങിൽ 3 മറ്റോ ആണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ഒരു മലബാർ കല്യാണമാണ് പറഞ്ഞു വെക്കുന്നത്. എനിക്ക് തോന്നുന്നു മലബാർ കല്യാണങ്ങൾ പറയാനായിട്ടും ആഘോഷിക്കപ്പെടാനായിട്ടും വളരെ നല്ലതാണ് എന്ന് തോന്നുന്നു. മലബാർ ബേസിക്കലി നമ്മളന്ന് അവിടെ ആക്ച്വലി കുക്ക് ചെയ്തിരുന്നു അല്ലേ? അത് തന്നെ നമ്മൾ കഴിച്ചേ. കല്യാണം പോലെ തന്നെയായിരുന്നു. ഇപ്പോ അവിടെ കുക്ക് ചെയ്യുക, അവിടെ ആൾക്കാരെല്ലാം കൂടിയിരുന്ന് സൊറ പറഞ്ഞ് ഗെയിംസ് കളിച്ച് ഷൂട്ടാണ് നമ്മൾ മറന്നു പോകും. അവിടെ ഷൂട്ട് നടക്കുന്നുണ്ടാവും, അതിന്റെ ബാക്ക്ഡ്രോപ്പിൽ ആക്ച്വലി ഞങ്ങള് അവിടെ ഇരുന്ന് വർത്താനം പറയുന്നത് ചിരിക്കുന്നത് കോസ്റ്റ്യൂമിനാണെന്ന് മാത്രമേ ഉള്ളൂ. ഷൂട്ട് നടക്കുന്നുണ്ട് പാരലി. വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റ്യൂമിന് മാത്രമുള്ള വ്യത്യാസമുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മളറിയാവുന്ന പരിപാടി ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്ന് പോകുന്നുണ്ടാവും ബാക്കിൽ. പിന്നെ അവിടുത്തെ ജനങ്ങൾ ഭയങ്കര സപ്പോർട്ടീവാണ്. അവസാനം ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാട്ട് വെച്ച് ഡാൻസ് കളിച്ച് നാട്ടുകാരെല്ലാരും കൂടി ഡാൻസ് കളിച്ച് ഒരു ഷൂട്ട് ഈ ആ സമയത്ത് ഒരു 3:30 മണിക്കുണ്ട്. ഒരു ചേട്ടൻ ഇങ്ങനെ ഭയങ്കര തകർന്നിരിക്കണം. എന്താ ചേട്ടാ എപ്പോഴാ കഴിയാ ഷൂട്ട്? ഭയങ്കര സങ്കടമാണ്. പെട്ടെന്ന് ചേട്ടാ ഉറക്കം വരും. ഉറക്കം വരുന്നുണ്ട്, കാലിനെ ചെറിയ പരിക്കുപറ്റിന് ഒന്ന് കുറച്ച് കിടക്കം വേണം, തീരെ വയ്യാം. ചേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇല്ല ആർട്ടിസ്റ്റാണോ? അല്ല പിന്നെ കാണാൻ വന്നതാ, കിടന്നോടെ നിങ്ങളിവിടെ ഉണ്ടായിക്കൊണ്ട് ഞാനിങ്ങനെ വീട്ടിൽ പോയി കിടക്കാം. മൂപ്പർക്ക് തോന്നുന്നില്ല, വീട് തോന്നുന്നില്ല. ഞങ്ങൾക്ക് പോയാലും മൂപ്പര് വീട്ടിൽ പോകുള്ളൂ. അത്രയും വയ്യ. എപ്പോഴും പെട്ടെന്ന് തീർക്കാൻ ഇത് കണ്ടോണ്ടിരിക്കണം. ഇത് കഴിഞ്ഞിട്ടുള്ളത് വീട്ടിൽ പോകണമെന്ന്, കിടക്കണമെന്ന്. കാലം അത്രയും ആളുകൾ ഈ സെയിം കണ്ടിന്യൂറ്റി വരെയായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളൊന്നല്ല, അവരുടെ നാട്ടുകാരായിട്ട് നമ്മളാ ഈ ഫൈറ്റ് കണ്ടാ അറിയാം. 2 ദിവസത്തെ ഫൈറ്റ് ആയിരുന്നു. അത് ഒരു ദിവസമായിരുന്നു ശരിക്കും ഫൈറ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. പക്ഷേ ഈ 2 ദിവസം ഈ പാട്ടും ഫൈറ്റും നമ്മൾ മിക്സ് ചെയ്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ വിത്ത് കണ്ടിന്യൂറ്റി കോസ്റ്റ്യൂംസ് അവർ തലേന്നിട്ട് അതേ കോസ്റ്റ്യൂമോട് കൂടി തന്നെ പിറ്റേ ദിവസം വന്ന് നമ്മളോട് സഹകരിച്ചു എന്നുള്ളത്. അതെല്ലാവരും തന്നെ വന്നു. ഏകദേശം 10,000-1500 ജനങ്ങളുണ്ടാവും എനിക്ക് തോന്നുന്നു. അത്ര ആൾക്കാർ വീണ്ടും തിരിച്ചതുപോലെ തന്നെ വന്ന് സഹകരിച്ചു. അത് ഭയങ്കര രസമാണ്, അതൊരു ഭാഗ്യമാണ്. വൈകുന്നേരം ആകുമ്പോൾ കറക്റ്റ് കത്ത് കൊടുത്ത് വിളിച്ച പോലെ പോണ്ടേ വാ, അവരെല്ലാവരും കൂടെ വന്നു. ഷൂട്ടിനിടയ്ക്കൊക്കെ മാറിയിക്കാൻ പറഞ്ഞു. അതെങ്ങനെ മാറും? ഞാൻ ഇന്നലെ ഇവിടെ കണ്ടിന്യൂറ്റി ഒക്കെ അവര് നോക്കുന്നുണ്ട്. കണ്ടിന്യൂറ്റി എവിടെയാന്ന് സ്വന്തമായിട്ട് എല്ലാം ചെയ്ത് അങ്ങ് നിൽക്കും. അടിപൊളി. പക്ഷെ നല്ല സ്നേഹമുള്ള ആളുകൾ. ഭയങ്കര അതാ പറഞ്ഞേ, ഒരു സിനിമയ്ക്ക് ഇങ്ങനെ എല്ലാ തരത്തിലും സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. ലാസ്റ്റ് മലയാളത്തിൽ വന്ന് നമ്മളെല്ലാം ഞെട്ടിച്ചൊരു അടിപ്പടമാണ് RDX. അപ്പം RDX കണ്ട് അതിൽ നിൽക്കുമ്പോഴാണ് ഈ സിനിമയുടെ പാട്ടും മറ്റ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യാനായിട്ട് ആളുകൾ റെഡി ആയിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ RDX സിനിമയായിട്ട് അങ്ങനെ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കരുത്. ജനങ്ങളോട് പറയാനുള്ളത് പ്ലീസ്, ഇത് അങ്ങനെയല്ല. വെറുതെ കടകൻ സിനിമ ഒരു മുൻധാരണ ഇല്ലാതെ പോയി കാണണം പ്ലീസ്. കാരണം RDX യാതൊരു ബന്ധവുമില്ല.
ആഡിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു വേറൊരു തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് പടമാണ്. പക്ഷെ നമ്മൾ ഇത് ചെറിയൊരു ഫാമിലി ഡ്രാമയാണ്. ഇത് അടിപ്പടം എന്നും പറഞ്ഞ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. ഫൈറ്റ് ഉണ്ടെന്നുണ്ട്, ഇതിനകത്ത് ഫാമിലി ഉണ്ട്, ഡ്രാമയുണ്ട്, ഇമോഷൻസ് ഉണ്ട്, പ്രണയമുണ്ട്. അത്യാവശ്യം സ്റ്റൈലായിട്ട് തന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ സംഭവിക്കുന്ന ഒരു കഥയും അതിനകത്ത് സുൽഫി എന്ന് പറയുന്ന ക്യാരക്ടറും അയാളിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ചധികം കഥാപാത്രങ്ങളുമാണ് ഇതിനകത്തൊരു പരിപാടി. ഇതിനകത്ത് പിന്നെ ഒരുപാട് പറയാൻ പറ്റില്ല എന്താണെന്നുള്ളത്, അതുകൊണ്ടാണ് പറയാത്തത്. പക്ഷെ ആക്ഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, തീർച്ചയായിട്ടും ആക്ഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ കണ്ട് കേട്ട കഥകളൊക്കെ തന്നെ ആയിരിക്കാം പലപ്പോഴും പല സ്ഥലത്തും. പക്ഷെ ഇതിനകത്ത് ഒരു പ്രത്യേക പുതുമ ഭയങ്കരമായിട്ടുണ്ട്. പുതിയ ഡയറക്ടർ, പുതിയ പ്രൊഡ്യൂസർ, പുതിയ നടൻ, പുതിയ എന്താ പറയാ, എല്ലാ തരത്തിലും പുതിയ ആർട്ടിസ്റ്റുകൾ. ഇത് അശോകൻ ചേട്ടൻ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള കഥാപാത്രം, നിർമ്മലേട്ടനും ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രം. അങ്ങനെ എല്ലാം കൊണ്ടും എന്താ പറയാ, എല്ലാം കൊണ്ടും ഒരു പുതുമ സമ്മാനിക്കുന്ന ഒരു പടം തന്നെയാണിത്. പിന്നെ എന്താ പറയാ, വേഫെയർ ആണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. വേഫെയർ ഒരിക്കലും അങ്ങനെ ചുമ്മാ ചാടിക്കറി പടം ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. അപ്പൊ അവരുടെ ഡിസ്ട്രിബ്യൂഷന്റെ കീഴിലുള്ള പടങ്ങളെല്ലാം തന്നെ നോക്കിയാൽ ഒരു മിനിമം ഗ്യാരണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വേഫെയർ പടങ്ങൾക്ക് ഇത്രയധികം പ്രതീക്ഷ ജനങ്ങൾക്കുള്ളത്. രണ്ടാമത്തെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഷമീറാണ് എഡിറ്റർ. ഷമീർ മുഹമ്മദ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ പറയുന്ന ഇപ്പൊ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 എഡിറ്റർ എന്ന് വേണമെങ്കിൽ തന്നെ പറയാവുന്ന. ഫൈറ്റ് ഒക്കെയാണ് പുള്ളിയുടെ ഏറ്റവും കോർ ഏരിയ. അപ്പോ അത് ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഗോപി സുന്ദറാണ് ഇതിന്റെ മ്യൂസിക്. അപ്പോ എങ്ങനെ നോക്കിയാലും പടത്തിന് തിയേറ്ററിൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെയധികം നല്ലൊരു ട്രീറ്റ് ആയിരിക്കും ഈ പടം എന്ന് ഉറപ്പാണ്. അത് തിയേറ്ററിൽ മിസ് ചെയ്യാതിരിക്കുക. പിന്നെ ഈ തിയേറ്ററിൽ കാണാതെ OTT-ലൊക്കെ വന്ന് കണ്ടിട്ട് അയ്യോ ഇത് പടം തിയേറ്ററിൽ കാണാനായിരുന്നു വിചാരിക്കരുത്. അതിപ്പോഴേ പറയുന്നു, തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ്. അപ്പോൾ അതൊക്കെയാണ് കടകൻ എന്ന് പറയുന്ന പടത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. തിയേറ്ററിൽ വന്ന് എല്ലാവരും മാർച്ച് 1-ാം തീയതി സിനിമ കാണുക. ആ എക്സ്പീരിയൻസ് ഇവരുമായിട്ടും നമ്മളുമായിട്ടും എല്ലാം ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.